അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അക്ഷര, നീ ഇങ്ങനെ മാറി നിൽക്കാതെ വാ. വന്നിട്ട് എന്ത് ചെയ്യാനാ? നാണക്കേട് കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഒരു ഡാഡിയുടെ രഹസ്യക്കാരി. നിനക്ക് മാത്രമല്ലല്ലോ അക്ഷര നാണക്കേട്, എന്റെ അവസ്ഥ അത് തന്നെയല്ലേ. ഇങ്ങനെ നാണം കെട്ട് നിൽക്കാതെ ഡാഡിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചൂടെ? സാറിനോട് എനിക്ക് ചോദിക്കുന്നതിന് ഒരു പരിധിയില്ലേ അക്ഷര? എന്തോന്ന് പരിധി? സ്നേഹവും ബഹുമാനവും ഒക്കെ അത് അർഹിക്കുന്നവർക്ക് കൊടുത്താ മതി. നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? നല്ല ഒന്നാന്തരം ചതിയനാ ഡോക്ടർ ജയശങ്കർ. ആദ്യം സ്വന്തം പെങ്ങളെ ചതിച്ചു, പിന്നെ എന്റെ അമ്മയെ, ഒടുവിൽ ഗുരുഭക്തിയുടെ പേരും പറഞ്ഞ് നിങ്ങളെ. അക്ഷര, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ജീവിതത്തിൽ ആരോടും ആത്മാർത്ഥത ഇല്ലാത്തൊരാളാ എന്റെ ഡാഡി. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതിന്റെ എല്ലാ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും. വയ്യ, എനിക്കിനി സഹിച്ചു മടുത്തു. അക്ഷര, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. എന്ത് പരിഹാരം? സ്വത്തും പണവും ഒക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷേ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ അപമാനത്തിന് എന്ത് പരിഹാരം ഉള്ളത്? ഇന്നവര് ഈ വീട്ടിൽ എന്റെ അമ്മ പാചകം ചെയ്തിരുന്ന അടുക്കളയിൽ കയറി ചായ ഇട്ടു. നാളെ അവര് വന്ന് ഇവിടെ താമസം തുടങ്ങിയ അതും കൂടി താങ്ങാൻ എനിക്ക് വയ്യ. അതൊക്കെ നിന്റെ തോന്നല്ലേ അക്ഷര, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കില്ലെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങളൊക്കെയാ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ആ സീതാലക്ഷ്മി വരുന്നത് വരെ ഡാഡിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടാകുന്ന ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അവരിവിടെ കാല് കുത്തിയ നിമിഷം എനിക്ക് ഉറപ്പായി, ഡാഡി ഇത്രയും നാള് ജീവിച്ചത് കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു പുറന്തോടിനുള്ളിലാണെന്ന്. ആ പുറന്തോട് പൊട്ടി. ഇനി ഡാഡിക്ക് രക്ഷയില്ല. അല്ലെങ്കിൽ സത്യം എന്നോട് ഏറ്റു പറയണം. പറഞ്ഞ പ്രായത്തിന്റെ ഒരു പരിഗണനയെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലാതെ അവരെ ന്യായീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അക്ഷരയുടെ 1-ാം നമ്പർ ശത്രു ഇനി ഡോക്ടർ ജയശങ്കർ ആവും. അക്ഷര, ദേവികൊന്നും പറഞ്ഞില്ല. സിധു പ്ലീസ്, ഞാൻ എന്ത് പറയാനാ? എന്റെ മനസ്സൊന്ന് പൊരുത്തപ്പെടണ്ടേ? നല്ല മറുപടി. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോട് എന്റെ കൂടെ വരാമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പകരം ആ ഹൃദയവുമായി ജീവിച്ചു മരിക്കുന്ന ഒരുത്തന് തണലാവാമോ എന്നാണ്. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റണ്ടേ? ഒരുപാട് പറയുന്നില്ല ദേവിക ഞാൻ. കാരണം എന്റെ നാവിനും കാതിനും ബോറടിച്ചു തുടങ്ങി. ദേവിക പറയുന്നതും ഞാൻ കേൾക്കുന്നതും ഒരേ പല്ലവി. സിദ്ധുവിനെ എനിക്കിഷ്ടാ, ബഹുമാനമാണ്. പക്ഷേ മരണത്തിന് മുൻപുള്ള ഒരു നിമിഷം പോലും എനിക്കെന്റെ സുധിയേട്ടം മറക്കാനാവില്ല സിദ്ധു. നമ്മുടെ അച്ഛന്മാർക്ക് നല്ല പ്രായമായി വരുക. അവരുടെ ആഗ്രഹം നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നമുക്കൊന്നിച്ചൂടെ? സുധിയേട്ടന്റെ സ്വത്താണ്, അവകാശമാണ് ദേവിക എന്ന് എനിക്കറിയാം. ദേവികയുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊടില്ല. ഒരു രീതിയിലും സങ്കടപ്പെടുത്തില്ല. ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല സഹയാത്രികയായി എന്റെ കൂടെ ജീവിച്ചൂടെ? ദേവുട്ടി, പ്ലീസ്.
വാഴത്തട പോലെ കിടന്നിരുന്ന നിന്റെ കയ്യും കാലും ഒക്കെ ചാലിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ലൈറ്റർ എടുത്തപ്പോ ദേവിക വന്നുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്. ഇനി അതല്ല, അതിനെക്കാട്ടിലും വലിയ കോടുകൊണ്ടാ ശരത്തേട്ടൻ വന്നിരിക്കുന്നത്. ഞാനല്ലെങ്കിൽ എൻ്റെ അമ്മ വരും. ഇനി ഒരു ചെറിയ അനക്കങ്കുരു നിനക്കുണ്ടെങ്കിൽ നിന്റെ ശരത്തേട്ടൻ പെട്ടെന്ന് തന്നെ നിന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് യാത്രയാക്കും. എന്നതാ ശരത്തുമോനെ നിത്യമോളോട് പറയുന്നേ? അല്ല, അമേരിക്കയെ കൊണ്ടുപോയി പെട്ടെന്ന് ചികിത്സിപ്പിച്ച് സൂപ്പെടുത്താന്ന് ഞാൻ പറയായിരുന്നു മുത്തശ്ശി. കൊച്ചിന് സന്തോഷമായി. അവളുടെ മുഖം കണ്ടില്ലേ? എന്താമ്മേ നിത്യമൊക്കെ സന്തോഷായെന്ന് പറഞ്ഞത്? ശരത്തുമോനെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്ന കാര്യം പറയുമായിരുന്നു. കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം? ദേവികപ്പൂത ഈ മുറിയിലില്ലാത്തപ്പോ എന്തു ശുദ്ധവായുവാ ഇതിനകത്ത്. അതെ, അല്ലെങ്കിലേ വിഷവായുവാ, മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജി. അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമെന്നൊന്നും ശരത്തിവക്ക് ആശ കൊടുക്കണ്ട കേട്ടോ. മനോഹരേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ സമ്മതിച്ചോളൂ അമ്മേ.